നമസ്കാരം നിസാറാണ്. നമ്മള് പുതിയ രണ്ട് ചാപ്റ്ററുമായിട്ട് ഈ പരീക്ഷ നേരിടാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട +2 സുവോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. നമ്മൾ എന്തൊക്കെയാണ് ആ ചാപ്റ്ററിൽ ചോദിക്കുന്നത്, അല്ലെ എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതെന്നാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരും. മണി പോലെ അങ്ങോട്ട് പഠിക്കുക. അപ്പൊ പരീക്ഷ ചെയ്ത ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് മെന്റൽ എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ്സ് രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസ്. ഒന്ന് മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും. ഈ രണ്ട് ചോദിക്കും, മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. നമ്മൾ അത് മാത്രമായിട്ട് പഠിക്കാതിരിക്കല്, ഡൈഹൈബ്രിഡ് ക്രോസും ചോദിക്കും. അപ്പൊ മോണോഹൈബ്രിഡ് ക്രോസ് ഡൈഹൈബ്രിഡ് ക്രോസ് ആയിക്കോട്ടെ, മെന്റൽ ചെയ്തത് ഡീ പ്ലാനിൽ അല്ലെ, ബിസിനസ് അറ്റീവം എന്ന് പറയുന്ന പയറിഡിയാണ്. എന്തുകൊണ്ടാണ് മെന്റൽ പയറുചെടിയെ സെലക്ട് ചെയ്യുക? ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് മെന്റൽ പയറുചെടിയെ സെലക്ട് ചെയ്യുന്നത്? ഒന്ന്, ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഒരുപാട് പേർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഈസി ആയിട്ട് ക്രോസ്, യൂഷ്വലി സെൽഫ് പോളിനേഷൻ നടക്കുന്നത്, പക്ഷെ വളരെ ഈസി ആയിട്ട് ക്രോസ് പോളിനേഷൻ നടത്താം. ഇതൊക്കെ കൊണ്ടാണ് മെന്റൽ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് മെന്റൽ സെലക്ട് ചെയ്യുന്നത്? അതാണ് സീഡിന്റെ ഷേപ്പ്, സീഡിന്റെ കളറ്, പോളിന്റെ ഷേപ്പ്, പോളിന്റെ കളറ്, ഫ്ലവറിന്റെ കളറ്, ഫ്ലവറിന്റെ പൊസിഷന്, ഹൈറ്റ്. 7 പേർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എടുത്താണ് മെന്റൽ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. അത് നമ്മൾ പ്രാവശ്യം ചോദിച്ചു, ഒന്നര ചോദിച്ചിട്ടുണ്ട്. മെന്റൽ സെലക്ട് ചെയ്ത ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് പീപ്പിൾ എന്നെ സെലക്ട് ചെയ്തു, എന്തൊക്കെയാണ് ആ സെലക്ട് ചെയ്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ, അല്ലെങ്കിൽ മെന്റൽ എക്സ്പെരിമെന്റ് വിധേയമാക്കിയ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്. പിന്നാണ് മോണോഹൈബ്രിഡ് ക്രോസും ഡൈഹൈബ്രിഡ് ക്രോസും എന്താണെന്ന് പഠിക്കുന്നത്. ആ രണ്ട് ക്രോസിന്റെ റേഷ്യോ വേണം. മോണോഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:1, ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ 9:3:3:1 എന്നതാണ് റേഷ്യോ. ഓക്കെ, ആ റേഷ്യോ ഒന്നാണ് നമ്മൾ ചെയ്യുമ്പോൾ ആ റേഷ്യോ തന്നെ കിട്ടും എന്നാണ് കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, മോണോഹൈബ്രിഡ് റേഷ്യോയുമായിട്ട് അല്ല മോണോഹൈബ്രിഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ലോസ്, ലോ ഓഫ് സെഗ്രിഗേഷനും ലോ ഓഫ് ഡോമിനൻസും. ആ രണ്ട് ലോയും ഒന്ന് പഠിക്കണം. ഡൈഹൈബ്രിഡ് ക്രോസ് വരുമ്പോൾ ലോ കൂടി അഡീഷണൽ ആയിട്ട് കയറും. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും കൂടാതെ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറയുന്ന ലോ കൂടി ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യും. അത് മോണോഹൈബ്രിഡ് ക്രോസ് ആണ് ഉപയോഗിക്കാൻ പറ്റില്ല. ഡൈഹൈബ്രിഡ് ക്രോസ് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ലോ ഓഫ് ഇൻഡിപെൻഡന്റ്, ട്രൈഹൈബ്രിഡ് ക്രോസ് ഒക്കെ ആണെങ്കിൽ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മോണോഹൈബ്രിഡ് ക്രോസ് ആയിട്ട് രണ്ട് ലോ നമുക്ക് പഠിക്കണം. ലോ ഓഫ് സെഗ്രിഗേഷൻ, ലോ ഓഫ് ഡോമിനൻസ്. ആ രണ്ട് ലോയും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡൈഹൈബ്രിഡ് ക്രോസ് വരുമ്പോൾ മൂന്നാമത്തെ ലോ കൂടി പറഞ്ഞാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. പിന്നെ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങൾ, ടെസ്റ്റ് ക്രോസ് എന്താണ്, ബൈ ക്രോസ് എന്താണ്. പരീക്ഷ ചോദിക്കാൻ ചോദ്യം, ഒരു ടോൾ പ്ലാന്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ ജീനോടൈപ്പ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു ടോൾ പ്ലാന്റ് ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ജീനോടൈപ്പ്? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫിനോടൈപ്പ് ഫിസിക്കൽ അപ്പിയറൻസ്, അതായത് എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഫിനോടൈപ്പ്. അതിന് കാരണമായ ഫാക്ടർ അതാണ്, മീൻസ് അതിന്റെ ആ പ്ലാന്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജീനോടൈപ്പ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചത് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോൾ പ്ലാന്റ് ആണ്. ക്യാപിറ്റൽ സ്മോട്ടി ടോൾ പ്ലാന്റ് ആണ്. അതായത് ടോൾ പ്ലാന്റ് ജീനോടൈപ്പ് ആണ് ക്യാപിറ്റൽ സ്മോട്ടി. നേരെ സ്മോട്ടി ആണെങ്കിലോ ആ ഡ്വാർഫ് പ്ലാന്റ് ആണ്. അപ്പൊ ഇത് 3 ജീനോടൈപ്പുകളാണ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എക്സ്പ്രസ് ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ ടോൾ പ്ലാന്റ്, അതാണ് എന്റെ ഫിനോടൈപ്പ്. ഇത് ടോൾ ആണ്, അതാണ് എന്റെ ഫിനോടൈപ്പ്. ഇത് ഡ്വാർഫ് ആണ്, അതാണ് എന്റെ ഫിനോടൈപ്പ്. ജീനോടൈപ്പ് ചോദ്യം ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരു ടോൾ പ്ലാന്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീനോടൈപ്പ്, അതായത് ക്യാപിറ്റൽ ആണോ അതോ ക്യാപിറ്റൽ സ്മോട്ടി ആണോ എന്നറിയുന്നത് എങ്ങനെ ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ ഉത്തരം, കണ്ടക്ട് എ ടെസ്റ്റ് ക്രോസ് വിത്ത് ദി ഗിവൻ പ്ലാന്റ്. തന്നിരിക്കുന്ന പ്ലാന്റ് ടെസ്റ്റ് ക്രോസ്. The test cross between cross with its recessive parent. Recessive parent ക്രോസ് ചെയ്യുന്ന പറഞ്ഞ പേരാണ് ടെസ്റ്റ്. റിസസീവ് പാരന്റ്, ഡോമിനന്റ് പാരന്റ്, രണ്ട് പാരന്റ്. നിങ്ങൾ ഓർമ്മ മെന്റൽ പരീക്ഷ എക്സ്പെരിമെന്റ് എടുത്ത പ്ലാന്റ് ഒന്ന് ക്യാപിറ്റയും മറ്റൊന്ന് സ്മോൾട്ടിയാണ്. ഇത് തന്നെ വരുന്നത് പേരന്റ്. അതിന് റിസസീവ് പാരന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾട്ടി വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോൾ പ്ലാന്റ് ഒന്നുകിൽ ക്യാപിറ്റൽ ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്മോൾട്ടി ആവും. ഏതായിക്കോട്ടെ അതിനെന്ത് ചെയ്യാം, റിസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യും. ആദ്യം ഇതിനെ ക്രോസ് ചെയ്ത് കാണിക്കുക, ഇതിനെ ക്രോസ് ചെയ്ത് കാണിക്കുക. ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നമുക്ക്
1:1 എന്ന് പറയുന്നത്, സോറി, എല്ലാ പ്ലാന്റും ഇപ്പൊ എന്താണ് ഇവിടുന്ന് വരുന്ന ഗ്യാമറ്റിക് ക്യാവിറ്റി, ഇവിടുന്ന് വരുന്ന സ്മോൾ ടി, ഇതൊക്കെ ക്രോസ് ചെയ്ത് കിട്ടുന്ന ക്യാവിറ്റി സ്മോൾ ടി. നേരെ മറിച്ച് ഇവിടുത്തെ കേസിൽ രണ്ട് തരത്തിലുള്ള ഗ്യാമറ്റ് ഉണ്ടാവും. ക്യാപിറ്റൽ ടി ഉള്ള ഗ്യാമറ്റ്, സ്മോൾ ടി ഉള്ള ഗ്യാമറ്റ് അല്ലെ. ഇവിടുന്ന് ഒറ്റ ഗ്യാമറ്റ് ഉള്ള സ്മോൾ ടി. ഇതുവരെ അപ്ലോഡ് ചെയ്തെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ് ടോളർ. ഇത് അപ്ലോഡ് ചെയ്തെങ്കിൽ സ്മോൾ ടി പ്ലാന്റ് ഡ്വാർഫാണ്. അപ്പൊ ഈ നിങ്ങൾക്ക് ഒന്നുകിൽ ഇതായിരിക്കുന്നത് ടെസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ക്ലോസ് ഈ തന്നിരിക്കുന്ന പേര്, ഈ ടെസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഈ തന്നിരിക്കുന്ന എന്താണ് പ്ലാന്റ് അതിന്റെ റിസസീവ് പേരിന് തമ്മിലാണ് ക്ലോസ് ചെയ്യും. അതിനാണ് ടെസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊത്തം ടോൾ പ്ലാന്റ് ആണെങ്കിൽ എന്താണ് തന്നിരുന്ന പ്ലാന്റ് ഹോമോസൈഗസ് ടോൾ പ്ലാന്റ്. ഹോമോസൈഗസ് രണ്ട് ഫാക്ടേഴ്സും സെയിം ആണ്. 50% ടോൾ പ്ലാന്റ്, ഇത് ടോളാണ്. ക്യാപിറ്റൽ സ്മോൾ ടി എന്ന് പറഞ്ഞ ടോളാണ്, സ്മോൾ ടി എന്ന് പറഞ്ഞ ഡ്വാർഫ്. അതായത് പകുതി ടോളും പകുതി ഡ്വാർഫായിട്ടുള്ള പരിഗണി കിട്ടുന്നെങ്കിൽ, അതായത് 50% ടോളും 50% പ്ലാന്റ് ഡ്വാർഫായിട്ടുള്ള സീഡ്ലിംഗ് നമുക്ക് കിട്ടുന്നെങ്കിൽ തന്നിരുന്ന എങ്ങനെയാണ് ഹെറ്ററോസൈഗസ് ടോൾ പ്ലാന്റ് ആണ്. ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞാൽ രണ്ടരിയും വ്യത്യസ്തമാണ്. അപ്പൊ തന്നിരിക്കുന്ന ടോളാണ് അതിന് ജീനോടൈപ്പ് കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ക്രോസ് ചെയ്തിരിക്കണം. പിന്നെ the genotype of the given plant is if the genotype of given plant is 20, then connect test cross with its recessive pair. Ada adile ninnu verano to find out the genotype of the given plant, conduct test cross, and then if the given plant, the genotype of the given plant is capital, then we cross method. After if the genotype of the given plant is capital small t, then ഈ ക്രോസ് നമ്മൾ എഴുതുന്നു. ഇതിന് തിരിച്ചിട്ടാണ് അങ്ങനെ തിരിച്ച് എഴുതി കഴിയുമ്പോൾ എന്താണ് ലാസ്റ്റ് കൺക്ലൂഷൻ എന്താണ് F1 കിട്ടിയ മൊത്തം F2 കിട്ടിയ മൊത്തം ടോൾ പ്ലാന്റ് F2 ഇല്ല F1 നമുക്ക് കിട്ടിയ മൊത്തം ടോൾ പ്ലാന്റ് ആണെങ്കിൽ തന്നിരുന്നത് ഹോമോസൈഗസ് ടോൾ പ്ലാന്റ്. 1:1 റേഷ്യോ കിട്ടിയെങ്കിൽ തന്നിരുന്നത് ഇമ്പോർട്ടൻ്റ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ചോദ്യം. മറ്റൊരു ചോദ്യം ടെസ്റ്റ് ക്രോസും ബാക്ക് ക്രോസും തമ്മിലുള്ള വ്യത്യാസം എന്തെങ്കിലും. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ, F1 അതിന്റെ ഏതെങ്കിലും ഒരു പേരുണ്ട്, ഇതാണ് ഒരു പേര്, പിന്നെ ഇതാണ് ഒരു പേരുണ്ട്. ഇതുമായിട്ട് ക്രോസ് ചെയ്താൽ ബാക്ക് ക്രോസ്. പക്ഷെ ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്ന ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞ മറ്റൊരു പേരാണ് ടെസ്റ്റ് ക്രോസ്. എന്താ, ഇത് റിസസീവ് പേരാണ്, ഈ ഡോമിനന്റ് പേര്. അതായത് റിസസീവ് പേരുമായിട്ട് ചെയ്യുന്ന ബാക്ക് ക്രോസിനെ പറഞ്ഞ പേരാണ് testicles. അപ്പോൾ പറയാം all testicles are back crosses, but all back crosses are not testicles. എല്ലാ testicles ആണ് back cross. കാരണം റിസസീവ് പേര് വരാം, പക്ഷെ back cross എല്ലാം എന്താണെന്നില്ല testicles ആകുന്നില്ല. കാരണം ഈ ഡോമിനന്റ് പേരുമായിട്ട് ക്രോസ് ചെയ്തത് back cross ആണ്. ഈ ഒരു കാര്യം ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ ഹെറ്ററോസൈഗസ് എന്താണെന്നറിയാം, പിന്നെ ഈ ടെസ്റ്റോസ് എന്താണെന്നറിയാം, ബാക്ക് ക്രോസ് എന്താണെന്നറിയാം, ഹോമോസൈഗസ് എന്താണെന്നുള്ളത്, ഹെറ്ററോസൈഗസ് എന്താണെന്നുള്ളത്. പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, ഈ മെന്റലി പറയുന്ന വ്യത്യസ്തമായിട്ട് ചില പ്ലാന്റ്സിൽ ആണ്. അത് നോർമലാണ്. ഒന്ന് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, മിറാബിലിസ് ജലാപ്പ അല്ലെ ഫോറോപ്രോ പ്ലാന്റിലെ സ്നേക് ഡ്രാഗണിലൊക്കെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നടക്കുന്നത്. അപ്പൊ അത് നോർമലാണ്. അത് മെന്റലി പറയുന്ന വ്യത്യസ്തമാണ്. മറ്റൊന്ന് എന്താണ്, കോഡോമിനൻസ് ആണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ HBO ABO എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തില് AB ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാരണം അത് രണ്ട് IA IB എന്ന് പറഞ്ഞ രണ്ട് അലിയിൽ വരുമ്പോൾ IAയും എക്സ്പ്രസ് ചെയ്യും IBയും എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഒന്നിച്ച് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കോഡോമിനൻസ് എന്ന് പറയും. സാധാരണ ഇതിൽ ഒന്നല്ലേ ഡോമിനേറ്റ് ചെയ്തത്, ഇത് പക്ഷെ രണ്ടും ഒന്നിച്ച് എക്സ്പ്രസ് കോഡോമിനൻസ് എന്ന് പറയും. അത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ഡിസിസിന്റെ എക്സാമ്പിൾ ചെയ്യും. കാരണം മൂന്നല്ല, IA IB സ്മോൾ I, ഇങ്ങനെ മൂന്ന് IA IB സ്മോൾ. സാധാരണ ഒരു ജീൻ രണ്ടലിയിലാണ്, രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. ഇവിടെ മൂന്ന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്, മൂന്ന് അലികളുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടായാണ് മൾട്ടിപ്പിൾ അലീസ്. അതും മെന്റൽ പറഞ്ഞ വ്യത്യസ്തമാണ്. മെന്റൽ പറഞ്ഞൊരു ഇതിന് രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവുന്ന ഒരു ഭാഗത്ത് രണ്ട് അലീസ് ഉണ്ടാവുന്നു. ഇവിടെ രണ്ടിൽ കൂടെ അലിയുന്നു. മറ്റൊന്ന് പ്ലിയോട്രോപ്പി എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഒരേ ജീൻ തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാരണമാകുന്ന, അതാണ് പ്ലിയോട്രോപ്പി. പിന്നെ ഇങ്ങനെ മെന്റലി പറഞ്ഞ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഇൻഹെറിറ്റൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്നത് ഒരു സാധനമാണ് ഇച്ചിരി ഉയർന്ന ലെവൽ. കാരണം മെന്റൽ എക്സ്പെരിമെന്റ് ഒക്കെ കഴിയും. പിന്നെ
സട്ടനും ബോബനും കൊണ്ടുവന്ന ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ജീൻസ് ആർ പ്രസന്റ് ഇൻ ക്രോമസോംസ്. ഇതാണ് ഇവർ കണ്ടെത്തിയ കാര്യങ്ങൾ. കാരണം ഒരു ഗ്യാമറ്റ് ഫോം ചെയ്യുന്ന സമയത്തും ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്തും ജീനുകൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ക്രോമസോമുകൾ ബിഹേവ് ചെയ്യുന്നത് ഇവർ മനസ്സിലാക്കി. സട്ടൻ ആൻഡ് ബോവറി അങ്ങനെ അവർ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ്, ജീനുകൾ ഇതിനകത്ത് ക്രോമസോമുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് ജീനുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പോലെ, അല്ലെ ക്രോമസോമുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് പോലെ ജീനുകൾ ബിഹേവ്. അതായത് മെന്റൽ പറഞ്ഞ അലീൽസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫാക്ടർ ഉണ്ടല്ലോ, അതാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീനുകൾ ക്രോമസോമുകളാണ് എന്നാണ് സട്ടൻ ബോവറി പ്രൂവ് ചെയ്തത്. ഓക്കെ, അതിനുശേഷം പറഞ്ഞ മോർഗൻ, തോമസ് ഹണ്ട് മോർഗന്റെ വളരെ പ്രശസ്തമായ ഡ്രോസോഫില മർണാലസ് എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈ നടത്തിയ പരീക്ഷണം. അത് ഭയങ്കരമായ ഒരു സാധനം, മെന്റൽ പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊരു സാധനമാണ് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയാം. ലിങ്കേജ് എന്താണ് ലിങ്കേജ്? ഒരു ക്രോമസോമിൽ തന്നെ ഒരുപാട് ജീനുകൾ ഉണ്ടാവും. ഈ ജീനുകളെല്ലാം ഇൻഡിപെൻഡന്റ് അസോട്ട്മെന്റ് മെന്റൽ പറഞ്ഞ അതിന് വിരുദ്ധമായിട്ടാണ് ഈ സാധനം കേട്ടോ. അപ്പൊ എന്താ, ഈ ജീനുകൾ ഒന്നിച്ചൊരു മാറ്റം കൂടാതെ അടുത്ത പ്രോജനിയിലേക്ക്, അടുത്ത തലമുറയിലേക്ക് പോകും. അങ്ങനെ പോകുന്ന ജീനുകൾ വിരുദ്ധമാണ് ലിങ്ക്ഡ് ജീൻസ്. അതാണ് മോർഗൻ പറഞ്ഞത്. ലിങ്ക് കുറെ ജീനുകൾ ഒന്നിച്ചൊരു മാറ്റം കൂടാതെ ഒന്നിച്ചിരിക്കുന്ന, അതായത് ഒരു ക്രോമസോമിൽ തന്നെ കാണപ്പെടുന്ന ഒരുപാട് ജീനുകൾ ഒരു മാറ്റം കൂടാതെ അടുത്ത തലത്തിലേക്ക് പോകും. ഇത് ബ്രേക്ക് ചെയ്യുന്നത് എന്താണ്, ഗ്യാമറ്റ് ഫോർമുലേഷൻ നടക്കുന്ന സെൽ ഡിവിഷൻ തൊട്ട് മുമ്പ് മെറ്റാഫേസിൽ ക്രോമസോം ഹോമോളോഗസ് ക്രോമസോമുകൾ അവർ ജനറ്റിക് മെറ്റീരിയൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി നടക്കും. ആ എക്സ്ചേഞ്ച് വന്ന് ഇങ്ങനെ ഇരിക്കുന്നതിന് ക്രോസിംഗ് ഓവർ എന്ന് പറയും. എന്നിട്ട് ഇതിന്റെ പകുതി മുറിഞ്ഞ് ഹോമോളോഗസ് ക്രോമസോമിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിലാണ് പകുതി മുറിഞ്ഞ് ഇപ്പുറത്ത് വരും, ഈ പകുതി മുറിഞ്ഞ് ഇപ്പുറത്ത് വരും. അങ്ങനെ വരുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ മുമ്പ് പറഞ്ഞ ലിങ്കേജ് ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പം വളരെ അടുത്തടുത്ത ജീനുകൾ ഇരിക്കുന്നതെങ്കിൽ ലിങ്കേജിനുള്ള സാധ്യത കൂടുകയും ഈ റീകോമ്പിനേഷനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പൊ ഒരു ക്രോമസോമിൽ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും എന്ത് പറയും, ലിങ്കേജ് പറയും, എന്ത് കൂടും, റീകോമ്പിനേഷൻ കൂടും. അത് നോർമലാണ് കേട്ടോ. അപ്പൊ പിന്നെ പ്രധാനപ്പെട്ട സാധനം സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. മിക്കവാറും പരീക്ഷ കേൾക്കുന്ന മൂന്ന് എങ്ങനെയാണ് കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ, ആണോ പെണ്ണാണോ തീരുമാനിക്കപ്പെടുന്നത് 3 വിധത്തിലാണ് തീരുമാനം. ഒന്ന് XXXY ടൈപ്പ്, XXX0 ടൈപ്പ്, ZW ZZ ടൈപ്പ്. 3 തരത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. അതെന്തുവാ നമ്മൾ നോക്കിയത്. സെക്സ് ഡിറ്റർമിനേഷൻ വളരെ പ്രധാനപ്പെട്ട സാധനമാണ് കേട്ടോ. അപ്പൊ അതില് XXXY ടൈപ്പ്, XXX0 ടൈപ്പ്, ZW ZZ 3 ടൈപ്പിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുന്നത്. അത് വ്യത്യസ്തമായി നമ്മളിലെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഡ്രോസോമിൽ അതിലൊക്കെ XXXY ടൈപ്പ്. ഇതിൽ ആദ്യം കാണിച്ചിരുന്ന എല്ലാം ഫീമെയിൽസ് ആണ്. ഇതെല്ലാം ഫീമെയിൽസ് ആണ്. രണ്ടാം കാണിച്ചിരിക്കുന്ന എല്ലാം എന്താണ്, മെയിലാണ്. നമ്മളിൽ ഫീമെയില് സെക്സ് ക്രോമസോം 2 സെയിം ആണ്, XX ആണ്. നമ്മുടെ കേസിൽ വരുമ്പോൾ എത്ര, 22 പെയർ അഥവാ 44 ഓട്ടോസോംസ് പ്ലസ് XX ഫീമെയിലും 44 ഓട്ടോസോംസ് 44 ഓട്ടോസോംസ് പ്ലസ് XY മെയിലും ആണ് അല്ലെ. ഇവിടെ ഗ്യാമറ്റ് ഉണ്ടാകുമ്പോൾ ഓട്ടോസോംസ് എത്ര പകുതിയാണ്, 22A പ്ലസ് എക്സും ഇവിടെ 22A പ്ലസ് എക്സ് ഉള്ള ഗ്യാമറ്റ് 22A പ്ലസ് Y ഉള്ള ഗ്യാമറ്റ്. 2 തരത്തിലുള്ള ഗ്യാമറ്റ് മെയിലുണ്ടാകും. മെയില് ഹെട്രോ ഗ്യാമറ്റ്സ്, മെയില് ഹെട്രോ. ഇത് നമുക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ 44A പ്ലസ് XX കുട്ടി ഫീമെയിൽ. ഇത് നമുക്ക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ 44A പ്ലസ് X കുട്ടി മെയിലാണ്. അപ്പൊ ഇവിടെ മെയിൽസ് 2 തരത്തിലുള്ള ഗ്യാമറ്റ് ഫോം ചെയ്യുന്നു. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് സ്പേം വിത്ത് X ക്രോമസോം ആൻഡ് സ്പേംസ് വിത്ത് Y. അതായത് പകുതി സ്പേമില് X ക്രോമസോം, പകുതി സ്പെൻസില് Y ക്രോമസോം ആയിരിക്കും മെയിൽസ്. അതായത് എത്ര ഗ്യാമറ്റിക് ആണ് മെയിൽസ്. ഫീമെയിൽ എത്ര ഗ്യാമറ്റ് ഉണ്ടാക്കിയാലും അതിനകത്തല്ല ഏത് മാത്രമാണ് X ആണ്. ഇവിടുത്തെ കേസുകളാണ്. ഇവിടുത്തെ കേസുകളിൽ ഇപ്പം ചില ഇൻസെക്ട്സ് ഉണ്ടോ, മാറ്റമുള്ള ഇൻസെക്റ്റുകളാണ്. ഇവിടെ ഫീമെയിൽ XX2 കാണും, പക്ഷെ മെയിലുള്ള X മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താ, മെയിൽസ് എപ്പോഴും ക്രോമസോം ഫീമെയിലിനേക്കാൾ കുറവായിരിക്കും. ഇപ്പൊ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമറ്റിന്റെ പകുതി, ബാക്കി ഓട്ടോസോംസ് ഉണ്ട്, സെക്സ് ക്രോമസോം ഒന്നേ കാണത്തുള്ളൂ. അപ്പൊ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമറ്റ് പകുതി അണത്തിനകത്ത് X ആണ്, പകുതി അണത്തിനകത്ത് X ആണ്. നേരെ നമുക്ക് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാത്തിനകത്ത് ഏതാണ് X. ഇത് നമ്മൾ കൂടി ചെയ്തിട്ട് 2X വരും. അപ്പൊ X ഇത് നമുക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ X0 1X മെയിലായി. കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മളെ കൂട്ടുന്ന തന്നെയാണ് ഇത്, പക്ഷെ ഒരു വ്യത്യാസം എന്താണ്, മെയിൽസ് ക്രോമസോം കുറവായിരിക്കും. അപ്പൊ ഗ്യാമീസ്
രണ്ട് ഹെറ്ററോഗാമിറ്റിന് മെയിൽസ് ഹെറ്ററോഗാമിറ്റിക് ആണ്. കാരണം പകുതി ഗാമീറ്റ്സിനകത്ത് എക്സ് ക്രോമസോം ഉണ്ട്, പകുതി ക്രോമസോമിനകത്ത് സെക്സ് ക്രോമസോമേ ഇല്ല. അങ്ങനെയാണ് മെയിൻ. ഇവിടുത്തെ വരുമ്പോ ലാസ്റ്റ് മൂന്നാമത്തെ ബേഡ്സിന്റെ കേസിൽ ഫീമെയിൽസ് ആണ് ഹെറ്ററോഗാമിറ്റിക്. ഒന്ന് ഇസഡ് ഒന്ന് വൈകാണ് സെക്സ് ക്രോമസോം. മെയിൽ ഹോമോഗാമിറ്റിക് രണ്ട് പ്രൊഡ്യൂസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് മെയിൽസിൽ ഹോമോഗാമിറ്റിക്കും അവിടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്? ഫീമെയിൽസ് ആണ്. ആര്? ബേഡ്സിലൊക്കെ. മനസ്സിലായി? അപ്പൊ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന് മാത്രം ഹ്യൂമൻ സെക്സ് ഡിറ്റർമിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എഴുതുക. ക്ലിയർ ആയല്ലോ? സെക്സ് ഡിറ്റർമിനേഷൻ 3 വിധത്തിലാണ്. മനസ്സിലായല്ലോ? 2 മെയിൽ ഹെറ്ററോഗാമിറ്റിക് ആണ്, 1 മാത്രമുള്ള ഫീമെയിൽ ഹെറ്ററോഗാമിറ്റിക് ആയിട്ട് വരുന്നത്. അത് ബേഡ്സ് ആണ്. ക്ലിയർ ആയല്ലോ? സെക്സ് ഡിറ്റർമിനേഷൻ കഴിഞ്ഞ് പിന്നെ മ്യൂട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. മ്യൂട്ടേഷൻ 2 വിധത്തിൽ, ജീൻ മ്യൂട്ടേഷൻ, ക്രോമസോം മ്യൂട്ടേഷന്. ജീനിൽ ഉണ്ടാകുന്ന ചെറിയ, അതായത് ഏറ്റവും ചെറിയ പോയിന്റ് മ്യൂട്ടേഷൻ ആണ് ജീൻ മ്യൂട്ടേഷന്. ഏറ്റവും അതിന്റെ ബേസ് പെയറിലുള്ള ചെറിയ മാറ്റങ്ങളാണ് ജീൻ മ്യൂട്ടേഷൻ. ക്രോമസോം മ്യൂട്ടേഷൻ, ക്രോമസോം സ്ട്രക്ചറൽ മ്യൂട്ടേഷൻ ഉണ്ടാകും, ക്രോമസോം നമ്പറിൽ എഴുതുന്ന വ്യത്യാസങ്ങളുണ്ടാകും. അതിനെല്ലാം നമ്മൾ പറഞ്ഞു ക്രോമസോമൽ മ്യൂട്ടേഷൻ. പെഡിഗ്രി പിന്നെ ജീൻ മ്യൂട്ടേഷൻ എന്തുകൊണ്ട് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്നും വിളിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കോണം ചോദിച്ചിട്ടുണ്ട്. പെഡിഗ്രി അനാലിസിസ് പലപ്പോഴും ചോദിക്കാൻ, അതിനകത്തുള്ള സിമ്പിൾസ് മിക്കവാറും ചോദിക്കാറുണ്ട്. സിമ്പിൾസ് നമുക്കറിയാം, സ്ക്വയേഴ്സ് ആണെങ്കിൽ എന്താണ്? മെയിൽസ് ആണ്, സർക്കിൾസ് ആണ് ഫീമെയില്, സർക്കിൾസ് ആണ് മെയിൽ, ഫീമെയിൽ. ഷെയ്ഡ് ചെയ്തിരുന്ന അഫക്റ്റഡ് ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാരീഡ്, അവരെ നമുക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ മുന്തിരിക്കൊല പോലെ ഇങ്ങനെ തുണിക്കിടപ്പുണ്ടെങ്കിൽ അത് അവരുടെ മക്കളാണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന 2 പെൺകുട്ടികൾ ഒരാൺകുട്ടിയാണ്, 3 മക്കളാണ്. ചിലപ്പോൾ ഒത്തിരി മക്കളുണ്ട്. ഇപ്പൊ കൗരവ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ 100 മക്കളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അൺസ്പെസിഫൈഡ് ആണവൻ പെണ്ണാണ് 101 എഴുതി. ആണുങ്ങളും പെണ്ണുങ്ങളുടെ പാണ് മാത്രമേ കാണത്തുള്ളൂ, അപ്പം പെണ്ണ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ 101 മക്കളുണ്ട് നമുക്ക് മനസ്സിലാവും. കാര്യം മനസ്സിലായി? ചിലപ്പോൾ ഇവിടെ 2 ലൈൻ ഇട്ടായിരിക്കും. അപ്പൊ 2 കെട്ടി എന്ന് വിചാരിക്കല്ലേ, മറിച്ച് എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള തമ്മിലുള്ള കല്യാണം. അങ്ങനെയുള്ള അപ്പച്ചിയുടെ മക്കളും അമ്മാന്റെ മക്കളും തമ്മിൽ കല്യാണം കഴിക്കാറില്ലേ? അപ്പൊ അപ്പച്ചിയുടെ അമ്മാന്റെ മക്കളും തമ്മിൽ അങ്ങോട്ട് വ്യത്യാസം. അപ്പൊ അങ്ങനെയുള്ള റിലേറ്റീവ്സ് തമ്മിലുള്ള കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് 2 ലൈനാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്ര കാര്യം മനസ്സിലായി? ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഡോമൻ ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് റിസസീവ് ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്നും പുസ്തകമുണ്ട്. അപ്പൊ ആ പടം തരും, പടത്തിന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ചോദിക്കും. അല്ലെങ്കിൽ സിമ്പിൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്, അതാണ് മിക്കവാറും ഏതൊക്കെയാണ് സിമ്പിൾസ്, അതെപ്പോഴേക്കാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കും. Degree is important. പിന്നെ ലാസ്റ്റ് ഭാഗമാണ് ജെനറ്റിക്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം ജെനറ്റിക് ഡിസോർഡേഴ്സ്. ജെനറ്റിക് ഡിസോർഡേഴ്സ് 2 വിധത്തിലുണ്ട്. മെന്റേലിയൻ ഡിസോർഡേഴ്സും മറ്റൊന്ന് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. മെന്റേലിയൻ ഡിസോർഡേഴ്സ് മെന്റൽ പറഞ്ഞ രീതിയിൽ ആ ഇൻഹെറിറ്റൻസിൽ ആ രീതിയിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ് മെന്റേലിയൻ ഡിസോർഡേഴ്സ്. അതിൽ ഓട്ടോസോമൽ ഡിസോർഡർ ഉണ്ട്, സെക്സ് ക്രോമോസോം ഡിസോർഡേഴ്സ് ഉണ്ട്. അതില് ആദ്യം നിങ്ങൾക്ക് പഠിക്കുന്ന സിക്കിൾ സെൽ അനീമിയ, അത് ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. അതേപോലെ ഫിനൈക്കിറ്റോണൂറിയ, ഇത് രണ്ടും ഒരു ഓട്ടോസോമൽ ഡിസോർഡർ. സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസോർഡർ ആണ് ഹീമോഫീലിയ. ഈ 3 അസുഖങ്ങളാണ് മെന്റൽ ഡിസോർഡേഴ്സ് വരുന്നത്. ഇത് 3 ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ ഉണ്ടാകുന്ന വ്യത്യാസം. മിക്കവാറും ചോദിച്ചു ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം. ഇത് 3 ഓർമ്മയാണ്. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽട്ടർ, ടർണർ സിൻഡ്രോം. ഈ 3 മിക്കവാറും പരീക്ഷയ്ക്ക്, ഈ 3 ക്രോമസോമൽ ഡിസോർഡേഴ്സ് കൂട്ടിയാണ്. ഈ 3 മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസോർഡേഴ്സ്, ജെനറ്റിക് ഡിസോർഡേഴ്സ്, അത് ക്രോമസോമൽ ആയിക്കോട്ടെ, മെന്റൽ ഡിസോർഡേഴ്സ്, 2 ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ. പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഹെറിറ്റൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ചോദിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിന്റെ ഇക്വേഷൻ പോലെ നമ്മൾ ഇപ്പം ഡൗൺ സിൻഡ്രോം പറയുമ്പോൾ നമ്മൾ 45A plus XX അല്ലെങ്കിൽ 45A plus XY ഇങ്ങനെ നമ്മൾ എഴുതാറുണ്ട്. ഇതാണ് ഇക്വേഷനാണ്. ഇത് കാണുമ്പോൾ ഒപ്പം എന്താ അസുഖമാണ്? ഡൗൺ സിൻഡ്രോം ആണ് എന്ന് പറയണം. 47 ക്രോമസോം ഉണ്ടാകും. ക്ലിൻഫെൽട്ടർ സിൻഡ്രോം ഓട്ടോസോം 44 ആയിരിക്കും, പക്ഷെ XXY ആണ്. എന്താണ് അവിടെ 47 കൂടി, പക്ഷെ സെക്സ് ക്രോമസോം ആണ് കൂടി. ഇവിടെ കൂടി ഓട്ടോസോം കൂടി. 44 വരുന്നത് 45. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം നമുക്ക് എത്ര എടുത്തുള്ളൂ? 44A plus X0. അത് XI എടുത്തുള്ളൂ. എത്ര എടുത്തു? 45 എടുത്തുള്ളൂ നമ്മുടെ കേസിൽ. മനസ്സിലായോ? മനുഷ്യന്റെ കേസിൽ ഇതാണ് ടർണർ സിൻഡ്രോം. അപ്പൊ ഇത് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ. ഇത് സിംറ്റംസും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് നമുക്ക് പോകുന്നത്.
അതുകൂടെ നോക്കാം. ഓക്കെ, അടുത്ത ഒരു മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാണ്. നമുക്കറിയാം നമ്മൾ ഇച്ചിരി ജീനിന്റെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ച ഇൻഹെറിറ്റൻസിന്റെയും അതിന് കാരണക്കാരായ ഫാക്ടേഴ്സ്, പിന്നെ ജീൻസ് എന്ന് പറയുന്ന ക്രോമസോം, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മള് വാട്സിന്റെയും ക്രിക്കിന്റെയും ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ നമ്മൾ +1 നമ്മൾ പഠിച്ചായിരുന്നു. +2 നമ്മൾ പഠിച്ചതിന്റെ സ്ട്രക്ചർ, അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് മിക്കവാറും പഠിക്കും. വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ of DNA proposed by Sutton and Boveri എന്ന് ചോദിക്കും. അപ്പൊ സട്ടൺ ബോവറി സട്ടൺ ബോവറി അല്ല ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. അപ്പൊ ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സൺ പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ഒരു 5 പോയിന്റ് നമ്മൾ പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന സാധനം സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം DNA ടു mRNA ടു പ്രോട്ടീൻ. ഈ രൂപത്തിലാണ് ഇൻഫർമേഷൻ ചെയ്യുന്നത് പോകുന്നത്. DNA mRNA ടു പ്രോട്ടീൻ. ഒരു ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ജീൻ എങ്ങനെ പ്രകടമാകും, ആ പ്രകടമാകുന്ന പരിപാടി അല്ല ആ പ്രോസസ്സിൽ ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. DNA സ്വഭാവത്തിന് കാരണമായി ഇൻഫർമേഷൻ ചെയ്യുന്നത്. അത് ഏത് രൂപത്തിലേക്ക് മാറ്റും? mRNA രൂപത്തിലേക്ക് മാറ്റും. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ. ആ mRNA എവിടെ എത്തും? റൈബോസോം. ഇത് റൈബോസോം അതിനെ വായിച്ചിട്ട് എന്തുണ്ടാക്കും? പ്രോട്ടീൻ ഉണ്ടാക്കും. അതിന്റെ പറഞ്ഞതാണ് ട്രാൻസ്ലേഷൻ. ശരിക്കും ഈ ഒരു പരിപാടിയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു ജീൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 2 പരിപാടികളാണ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷൻ. ഇതാണ് ഈ ചാപ്റ്റർ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇതോടൊപ്പം തന്നെ DNA മറ്റൊരു പ്രത്യേകത കൂടിയായ റെപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ ഇത് നമ്മൾ ലിങ്ക് ചെയ്യാൻ നോക്കല്ലേ. റെപ്ലിക്കേഷൻ നടക്കുന്ന സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത്, മൈറ്റോസിസ് മ്യൂസിസ് നടക്കുന്ന സമയത്ത് ഒരു സെല്ല് 2ആയിട്ട് മാറില്ല. ഇപ്പൊ 46 ക്രോമസോം ഉള്ളത് നമ്മുടെ ഒരു സെല്ല് 2 പുതിയ സെല്ലായിട്ട് മാറുമ്പോൾ 2 സെല്ലിൽ എത്ര ക്രോമസോം തന്നെ വേണം? 46 വേണം. അപ്പൊ എന്തായാലും സംഭവിച്ചിരിക്കുന്നത്, ആ സെല്ലിൽ ആദ്യം ഉണ്ടായ 46 ക്രോമസോം നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ഇരട്ടിച്ചു അല്ലെ. ആ ഇരട്ടിപ്പി എന്ന് പറഞ്ഞ പേരാണ് റെപ്ലിക്കേഷൻ. മനസ്സിലായി? അപ്പൊ ഈ 46 ക്രോമസോം ഇരട്ടിച്ച് പുതിയ 46 ക്രോമസോം ഉണ്ടായി. പകുതി ഇവിടെ പകുതി 46 പുതിയ സെല്ലും 46 ഈ പുതിയ സെല്ലും. അങ്ങനെ ഒരു സെല്ല് 2ആയിട്ട് മാറിയപ്പോൾ പുതുതായിട്ടുണ്ടായ 2 സെല്ലും അതേ ക്രോമസോം തന്നെ നിലനിർത്താൻ പറ്റി. അതിനാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. ഈ ക്രോമസോം റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ക്രോമസോം റെപ്ലിക്കേഷൻ നടക്കുന്നത് അല്ല DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് സെൽ ഡിവിഷൻ. പക്ഷെ ഈ ട്രാൻസ്ലേഷനോ ഇത് ജീൻ എക്സ്പ്രഷൻ. രണ്ട് പരിപാടിയാണ് കൂട്ടിക്കുഴച്ച പോലെ. നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്നാണ് ഈ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എടുക്കുന്നത്. സെൻട്രൽ ഡോഗ്മ എങ്ങനെയാണ് പറഞ്ഞാൽ DNA ടു mRNA ടു പ്രോട്ടീൻ, ഈ രൂപത്തിലായിരിക്കും ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത്. ആ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞ ടൈം ഒന്ന് ഓർമ്മ. മറ്റൊന്ന് പാക്കേജിംഗ് ഓഫ് DNA. പാക്കേജിംഗ് ഓഫ് DNA പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കുന്ന ലെങ്ത് ഓഫ് DNA. നമ്മൾ ആദ്യം തന്നെ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതും ഓർമ്മയാണ്. ഒരു G=യുടെയും ലാംഡയുടെയും എന്താണ് ഈക്വലയുടെയും മനുഷ്യന്റെ ഉൾപ്പെടെയുള്ള DNA ലെങ്ത് പറയുമ്പോൾ ഒന്നുകിൽ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറുകളുടെ എണ്ണമായിട്ടായിരിക്കും മിക്കവാറും പറയുന്നത്. എത്ര ബേസ് പെയർ ഉണ്ട്, അല്ലെ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, ഈ രൂപത്തിൽ. അല്ല സെന്റിമീറ്ററോ മില്ലിമീറ്ററോ കിലോമീറ്ററോ മീറ്ററോ ഒന്നും അല്ല DNAയിലേക്ക് പറയുന്നത്. എപ്പോഴും ബേസ് പെയർ, എത്ര ബേസ് പെയർ ഉണ്ട്. ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിൽ തമ്മിൽ ചേർന്ന് ആ പെയർ, അത് എത്ര പേരിംഗ് ഉണ്ട്, അതാണ് DNA. അത് വെച്ചിട്ടാണ് പാക്കേജിംഗ് DNA. പാക്കേജിംഗ് DNA പ്രോകാരിയോട്ടിലുണ്ട്, യൂക്കാരിയോട്ടിലുണ്ട്. പ്രോകാരിയോട്ടിന് അത്ര പ്രാധാന്യമില്ല, പക്ഷെ യൂക്കാരിയോട്ട് വരുമ്പോൾ പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് പാക്കേജിംഗ് ഓഫ് ക്രോമസോമിൻ DNA യൂക്കാരിയോട്ടിൽ നമ്മൾ ചോദിക്കും. അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് DNA ലെങ്ത് നോക്കിയിട്ട് നമ്മൾ ലെങ്ത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ DNA ലെങ്ത് നമ്മൾ കണക്കാക്കാം. അതൊന്നും ഓർമ്മ വേണം. ഈ പാക്കേജിംഗ് പറഞ്ഞാൽ ഹിസ്റ്റോൺ എന്ന് പറയുന്ന ചില പ്രോട്ടീനുകളുടെ സഹായം, ഹിസ്റ്റോണൊക്ടാമിയർ. ആ ഹിസ്റ്റോണൊക്ടാമിയർ DNA വരുമ്പോൾ ന്യൂക്ലിയോസോം ഉണ്ടാകുന്നു. ഒരു ന്യൂക്ലിയോസോം 200 ബേസ് പെയർ ഉണ്ടെങ്കിൽ എത്ര ന്യൂക്ലിയോസോം ഉണ്ടെന്ന് കണ്ടെത്താൻ വീണ്ടും ഒരു കണക്ക് വരുന്നുണ്ട്. ഓർത്താൻ കേട്ടോ, ചുമ്മാ പറയുന്നത്, ഇത് ഓർത്താനാണ്. എത്ര ന്യൂക്ലിയോസോം ഉണ്ട് എന്ന് ഇങ്ങനെ കണ്ടെത്തും. ഒരു ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്റോണൊക്ടാമിയറിനെ ചുറ്റി വരുന്ന DNA, അതിനകത്ത് 200 ബേസ് പെയർ. അങ്ങനെ
വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ലെങ്ത് നമുക്കറിയാം 6.6 into 10⁻⁹ ബേസ് പെയർ ആണ് അല്ലെ. ഇത്രയും ബേസ് പെയർ ആണിത് നമ്മുടെ DNA നീളം, മനുഷ്യന്റെ DNA നീളം. അപ്പൊ ആ നീളത്തെ ഓരോ രണ്ട് DNA ഇടയ്ക്കുള്ള രണ്ട് ബേസ് പെയർ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. അതൊക്കെ നമ്മൾ DNA ലെങ്ത് കണ്ടത്. ഒരു ന്യൂക്ലിയോസോമിന്റെ 20 എണ്ണം വരുമെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് വെട്ടിക്കളയാൻ നമുക്ക് ഇത് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഓർത്തോണം കേട്ടോ. അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പാക്കേജിങ്, അതുപോലെ അവിടെ വരുന്ന ന്യൂക്ലിയോസോമ്, പിന്നെ ആ ന്യൂക്ലിയോസോം ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ കിടക്കുമ്പോൾ പറഞ്ഞു തരുന്ന ക്രോമാറ്റിൻ. നമ്മൾക്കറിയാം സെൽ ഡിവിഷൻ നടക്കാൻ തൊട്ട് മുമ്പ് ന്യൂക്ലിയസിനകത്ത് എന്താ എങ്ങനെയാ കിടക്കുന്നത്, ഇങ്ങനെ ചുരുളൂടി കിടക്കുന്നതിനെ വിളിക്കുന്നത് ക്രോമാറ്റിൻ. ആ ക്രോമാറ്റിൻ സെൽ ഡിവിഷൻ തൊട്ട് മുമ്പായിട്ട് ഒന്ന് കണ്ടൻസ് ചെയ്യും. അപ്പൊ ആദ്യം ചുറ്റി ആരെ ഹിസ്റ്റോണിനെ ആദ്യം ഹിസ്റ്റോണോപ്റ്റാമിയറാണ്. ഈ ഹിസ്റ്റോണോപ്റ്റാമിയറെ ചുറ്റി DNA ഇങ്ങനെ കിടക്കും. കണ്ടോ, ഇതാണ് ന്യൂക്ലിയോസം, അടുത്ത ന്യൂക്ലിയോസം, ഇത് വീണ്ടും ചുറ്റിയാണ് എന്തായിട്ട് മാറുന്നത്, ക്രോമോസോമായിട്ട് ഇരിക്കുന്നത്. കണ്ടോ. അപ്പൊ അങ്ങനെ സഹായിക്കാൻ വേറെ ചില നോൺ ഹിസ്റ്റോൺ ക്രോമോസോമൽ പ്രോട്ടീൻസ് കൂടിയുണ്ട്. ഹിസ്റ്റോൺ അല്ലാത്ത ചില ക്രോമോസോമൽ പ്രോട്ടീൻസിന് സഹായത്തോടു കൂടിയാണ് ആ പാക്കേജിങ് സാധ്യമാകുന്നത്. ക്രോമോസോം ചില ഭാഗത്ത് നമ്മളല്ല ലൂസായിട്ടാണ് ഈ ക്രോമാറ്റിൻ പാക്ക് ചെയ്തേക്ക് നമുക്ക് മനസ്സിലാവും. ചിലർക്ക് നമ്മൾ തിക്കായിട്ടാണ്. ആ ലൂസായിട്ട് പാക്ക് ചെയ്ത ഭാഗത്ത് യൂക്രോമാറ്റിൻ എന്നും തിക്കായിട്ട് ഡെൻസായിട്ട് പാക്ക് ചെയ്തതിനെ ഹെറ്ററോക്രോമാറ്റിൻ എന്നും പറയും. കാരണം ഇപ്പൊ എല്ലാ ജീനുകളും എല്ലാ സെല്ലിലും പ്രവർത്തിക്കണമെന്നില്ല. ആരാണ് എക്സ്പ്രസ് ചെയ്യുന്ന ഏത് ജീനുകളാണ് എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഭാഗം വളരെ ലൂസായിട്ടായിരിക്കും. സ്റ്റേജ് ചെയ്തിട്ട് ലൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ നോക്കാൻ പറ്റും. നേരെ മറിച്ച് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാത്ത ജീനുകളെല്ലാം വളരെ തിക്കായിട്ട് പറ്റി അതിനെ വലിയ ഹെറ്ററോക്രോമാറ്റി. യൂക്രോമാറ്റി ഹെറ്ററോക്രോമാറ്റി എന്നതാണ് ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ ഇനിയാണ് നമ്മൾ ശരിക്കും മറ്റുള്ള ഭാഗത്തേക്ക് അറിയുന്നത്. ഇപ്പൊ ഒരു ആദ്യത്തെ ഒരു ഇന്ററാക്ഷൻ എത്ര ഉണ്ടാകാൻ നമ്മൾ അടുത്ത ജെനറ്റിക് മെറ്റീരിയൽ അല്ല DNA ആ ആയിരത്തിലൊക്കെ നമ്മൾ അറിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഒരു ഗ്രിഫിത്ത് എഫക്ട്, അതായത് ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെയ്ത ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയും, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ എഫക്ട് നമ്മൾ പഠിക്കും. ഒരു ഏരിയ വെച്ചുള്ള പരീക്ഷണം അത് ഇമ്പോർട്ടന്റ് ആണ്. ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു. അതിനുശേഷം അതിന്റെ ബയോകെമിസ്ട്രി തപ്പി 3 സയന്റിസ്റ്റുകൾ, അബറി, മാക്ലിയോ, മക്കാർട്ടി, ഇവർ 3 പേരെ ബയോകെമിസ്ട്രി തപ്പി ട്രാൻസ്ഫോർമേഷന് കാരണം ട്രാൻസ്ഫോർമേഷന് കാരണം ശരിക്കും DNA ആണെന്ന് മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം പിന്നെ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് വന്നു. ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് ആണ് ആൾസോ ഹെർഷി മാർത്ത ചേസ്, ഇവർ എക്സ്പെരിമെന്റ് ആണ് ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് തെളിയിച്ചു. ഈ 3 പരീക്ഷണം കൊടുക്കണം. ഒന്ന് ഗ്രിഫിത്ത് എഫക്ട്, പിന്നെ ബയോകെമിസ്ട്രി തമ്മിലുള്ള അവരെ മൈക്കാർട്ടിയുടെ എക്സ്പെരിമെന്റ്, പിന്നെ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ്. ഈ ഹെർഷി ചേസ് എക്സ്പെരിമെന്റ് ആണ് ജെനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് പ്രൂവ് ചെയ്തത്. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം DNA വേഴ്സസ് RNA, അല്ലെങ്കിൽ DNA വേഴ്സസ് RNA എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയും DNA ഡബിൾ സ്റ്റാൻഡാണോ, RNA സിംഗിൾ സ്റ്റാൻഡ്, ഇവിടെ തൈമിനുണ്ട്, ഇവിടെ യുറാസിലാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു. DNA ജെനറ്റിക് RNA പ്രോട്ടീൻസിന്തസിസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇത് DNA RNA വ്യത്യാസം. ഇതല്ല DNA വേഴ്സസ് RNA ചോദിക്കുമ്പോൾ അവിടെ DNA വേഴ്സസ് RNA ചോദിക്കുമ്പോൾ എഴുതേണ്ടത് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് റിക്വയർഡ് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. ജെനറ്റിക് മെറ്റീരിയലിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത്? 3 ആൾക്കാരാണ് ആ ഒരു മത്സരത്തിൽ, പ്രോട്ടീന്, അതേപോലെ തന്നെ RNA, അതുപോലെ DNA. ഇതിലേതാണ് ആദ്യകാലത്തെ സംഭവമാണോ, ഇതിലേതാണ് ജെനറ്റിക് മെറ്റീരിയൽ എന്നുള്ളൊരു സംവാദമാണ് നമ്മൾ നടത്തുന്നത്. ഇതിലേതാണ്? അപ്പൊ അവിടെ കുറെ 3-4 ക്രൈറ്റീരിയൻസ് നമ്മൾ പറയുന്നുണ്ട്. എന്താണ്, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ഇറ്റ്സ് റെപ്ലിക്ക ഉണ്ടാക്കാനുള്ള കഴിവുള്ളതാണ്. RNAക്ക് DNA അത് പറ്റും, പക്ഷെ ആർക്ക് പറ്റത്തില്ല പ്രോട്ടീൻ അല്ല എന്ന് മനസ്സിലായി. റെപ്ലിക്ക ഉണ്ടാകുമല്ലോ, പുതിയ സെല്ലുകൾ നല്ല പുതിയ ജീവി ഉണ്ടാകുമെങ്കിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പ്രോട്ടീൻ അതിനുള്ള കഴിവില്ല, RNAക്ക് DNA കഴിയും. പിന്നെ അതിന്റെ സ്ട്രക്ചറൽ ആൻഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അതേസമയം തന്നെ 3ാമത്തെ ക്രൈറ്റീരിയ, അതേസമയം തന്നെ ചെറിയ ചേഞ്ചസിന് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ 4ാമത്തെ മെന്റലി ക്യാരക്ടർ പറഞ്ഞ പറഞ്ഞ രൂപത്തിൽ എന്താണ് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള 4 ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് നമ്മൾ RNA DNA നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ DNAക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, അതുപോലെ കെമിക്കൽ സ്റ്റെബിലിറ്റി വളരെ കൂടുതലുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടിരിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള DNA എന്ന കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ശരിക്കും DNA വേഴ്സസ് RNA നമ്മൾ എഴുതാൻ.
ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് അതെല്ലാം എഴുതുന്നത് കേട്ടോ, ഓർക്കണം. അതേപോലെ തന്നെ നമ്മള് റെപ്ലിക്കേഷനൊക്കെ അടുത്ത പ്രാധാന്യം പറഞ്ഞല്ലോ. ഇതിന് 2 പരിപാടി നമ്മൾ പഠിക്കും. ഒന്ന് ഈ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടി, രണ്ടാമത്തെ ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഈ 2 പരിപാടി. ഇതാണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ആ ഒന്ന് റെപ്ലിക്കേഷൻ പഠിക്കും. റെപ്ലിക്കേഷൻ പഠിക്കുന്ന ശരിക്കും സപ്തനും ഗോകുലും പ്രപ്പോസ് ചെയ്ത മോഡൽ ഉണ്ടോ, ആ മോഡൽ വെച്ചുകൊണ്ട് അവരെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ആ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വെച്ചുകൊണ്ട് എങ്ങനെയാണ് പുതിയ 2 സെല്ലുകൾ ഉണ്ടാകുമ്പോൾ DNA എങ്ങനെയാണ് വേറെ പോകുന്നത് ആ മോഡൽ വെച്ച് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു. സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ മിസൽസൺ ആൻഡ് സ്റ്റോൾ എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ സെമി കൺസർവേറ്റീവ് മെത്തേഡ് പ്രൂവ് ചെയ്തുകൊണ്ടൊരു എക്സ്പെരിമെന്റ് നടത്തിയുണ്ടായി. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ എക്സ്പെരിമെന്റും സെമി കൺസർവേറ്റീവ് മെത്തേഡും എന്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്, അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമുകള് ആ എൻസൈം ലിമിറ്റേഷൻസ് അതൊക്കെ വെച്ചാണ് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ് റെപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പഠിക്കുന്ന ജീൻ എക്സ്പ്രഷൻ ആണ്. ജീൻ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും മറ്റൊന്ന് ട്രാൻസ്ലേഷൻ. DNA നിന്ന് RNA ശ്രദ്ധിക്കണം, DNA നിന്ന് RNA ഉണ്ടാകുന്ന പരിപാടിക്കാണ് ട്രാൻസ്ലേഷൻ. mRNA ആയാലും RNA ആയാലും tRNA ആയാലും എല്ലാം എന്തിനാണ്, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA നിന്ന് RNA ഉണ്ടാകും. നമുക്കിവിടെ ജീൻ എക്സ്പ്രഷൻ DNA നിന്നുണ്ടാകുന്ന RNA ഏതായിരിക്കും, mRNA അഥവാ മെസഞ്ചർ RNA ആണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോട്ടർ കാണും, ഒരു പ്രൊമോട്ടറെ, ഒരു സ്ട്രക്ചറൽ ജീനെ ടെർമിനേറ്റർ. ഇതാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോണോസിസ്റ്റോണിക്കും പോളിസിസ്റ്റോണിക്കുമായിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അത് ഓർമ്മ, എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്, അത് ഓർമ്മ വേണം. പിന്നെ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന പരിപാടി, അതായത് 3 പരിപാടിയാണ്, ഇനിസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഈ 3 പരിപാടി നടക്കണം. ഈ 3 പരിപാടി നടത്താൻ ഒറ്റ ഒരു എൻസൈമുള്ളൂ, എന്താണ്, RNA പോളിമറൈസ് അല്ലെ. അപ്പം അവൻ എങ്ങനെയാണ് ഈ പരിപാടി, കാരണം ഉണ്ടാകുന്ന mRNA ഉണ്ടാകുന്ന പരിപാടിക്ക് വരുന്ന ആ എൻസൈമിൽ വരുന്ന DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ്. ആ എൻസൈം എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്, ആ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു വരുന്നത് mRNA ആണോ എന്നുള്ള കാര്യങ്ങളുണ്ട് ഇല്ലേ. അപ്പൊ ആവശ്യമില്ലാത്ത പല സാധനങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എക്സോൺ എന്ന് പറയുന്നത്. ഈ ആവശ്യം ഉള്ളതിന് എക്സോൺ എന്നും ആവശ്യമില്ലാത്തതിനെ ഇന്ററപ്റ്റ് ചെയ്ത് കളഞ്ഞ ഇൻട്രോൺസ് എന്ന് പറയും. ഇൻട്രോൺസിന്റെ കട്ട് ചെയ്ത് കളയണം, സ്പ്ലൈസിങ്, പിന്നെ ക്യാപ്പിംഗ്, ഡെയിലിംഗ്, ഇങ്ങനെയുള്ള കുറെ പ്രോസസ്സിങ് ആയിരുന്നു. ആ പ്രോസസ്സിങ് എല്ലാം നടന്നു കഴിയുമ്പോഴാണത് mRNA ആയിട്ട് മാറുന്നത്. അപ്പൊ ആ പ്രോസസ്സിങ് ഇമ്പോർട്ടന്റ്, സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ഡെയിലിംഗ്. പിന്നെ അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രോകാരിയോട്ടില് ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ കപ്ലിംഗ് ആണെന്നാണ് പറയുന്നത്. യൂകാരിയോട്ടിന്റെ കേസ് അങ്ങനെയല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോ സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ഡെയിലിംഗ്, ഈ ഫർദർ പ്രോസസ്സിംഗിന്റെ ആവശ്യകത എവിടില്ല. പ്രോകാരിയോട്ട് ഉണ്ടാകുന്ന സാധനം എന്ത് തന്നെയാണ്, mRNA. മാത്രമല്ല പ്രോകാരിയോട്ടിൽ ന്യൂക്ലിയസ് എന്നുള്ള സാധനമില്ല. ന്യൂക്ലിയസ് ഉണ്ടോ പ്രോകാരിയോട്ട്? ഒരു ന്യൂക്ലിയർ ഒരു ഭാഗത്ത് ഇത് കിടക്കുകയാണ്. അപ്പൊ നേരെ ഉണ്ടാകുന്ന സാധനം ഇവിടെ തന്നെ വരുന്ന സൈറ്റോപ്ലാസം റൈബോസോമും. അതായത് 2 കമ്പാർട്ട്മെന്റിലായിട്ടല്ല റൈബോസോമും DNA കിടക്കുന്നത്. ആ പ്രോകാരിയോട്ട് നേരെ നമ്മുടെ കേസ്, യൂകാരിയോട്ടിന്റെ കേസിലോ DNA വന്ന ന്യൂക്ലിയസിനാണ് ഒരു കമ്പാർട്ട്മെന്റ്, സൈറ്റോപ്ലാസത്തിലാണ് റൈബോസോം. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരണം, എന്നിട്ട് മാത്രമേ റൈബോസോമിന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ 2 ഒരേപോലെ നടക്കത്തില്ല. ഇവിടെ ആദ്യം എന്താണ് mRNA, എന്നിട്ട് ആ mRNA ന്യൂക്ലിയസിന് വെളിയിൽ വരണം, എന്നിട്ട് നമ്മൾ റൈബോസോം എത്തിയിട്ട് റൈബോസോം അത് വായിച്ചിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാം. അപ്പൊ 2 ഘട്ടങ്ങളായിട്ടാണ്. നേരെ മറിച്ച് പ്രോകാരിയോട്ട് ബേസ് 2 ഒറ്റ കമ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടാകുന്നതിനനുസരിച്ച് കേൾക്കൊണ്ടിരിക്കും റൈബോസോം അതിനനുസരിച്ച് ട്രാൻസ്ലേഷൻ നടത്തി പ്രോട്ടീൻ ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. മാത്രമല്ല ഫർദർ പ്രോസസ്സിംഗിന്റെ ആവശ്യം ആർക്കില്ല, പ്രോകാരിയോട്ടില്ല. കാരണം ഉണ്ടാകുന്ന ഡയറക്റ്റ് mRNA. മറ്റൊരു പ്രിക്കോഴ്സർ RNA ഉണ്ടാകും. നമ്മുടെ ഈ കേസ് യൂകാരിയോട്ടിന്റെ കേസിലുണ്ട് ആദ്യം ഉണ്ടാകുന്ന mRNA പ്രിക്കോഴ്സർ RNA എന്ന് പറയും. അതായത് കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ആണ് വരുത്തിയാൽ മാത്രം അത് എന്തായിട്ട് മാറത്തുള്ളൂ, mRNA ആയിട്ട് മാറുക. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ഡെയിലിംഗ്, ഈ 3 പരിപാടി നടന്നു കഴിയുമ്പോൾ mRNA ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ഫർദർ പ്രോസസ്സിംഗിന്റെ ആവശ്യകത യൂകാരിയോട്ടിൽ ഉണ്ടാകുന്ന mRNA ഉണ്ട്. അങ്ങനെ ആ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പ്രോസസ്സിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. ഓക്കെ,
ഓക്കെ, ഈ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കിട്ടുന്ന സാധനത്തെ വിളിക്കുന്നത്. പിന്നെ വേറെ കാര്യം കൂടി ട്രാൻസ്ക്രിപ്ഷൻ ഓർക്കേണ്ട കാര്യം, ആർഎൻഎ പോളിമറൈസ് വന്നിട്ട് ഒറ്റ സ്റ്റാൻഡിൽ മാത്രമേ mRNA ഉണ്ടാക്കത്തുള്ളൂ. DNA-ക്ക് 2 സ്റ്റാൻഡില്ലേ, ഒരു സ്റ്റാൻഡിൽ മാത്രം ഉണ്ടാക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് 2 സ്റ്റാൻഡിൽ നിന്നും ഇത് ഉണ്ടാക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് കാരണം എന്താ, 2 RNA സ്റ്റാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ 2 RNA-കളും 2 വ്യത്യസ്തമായ പ്രോട്ടീനെ ആയിരിക്കും കോഡ് ചെയ്യുന്നത്, അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടാകും. മാത്രമല്ല 2 പുതിയ RNA സ്റ്റാൻഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് തമ്മിൽ കോംപ്ലിമെന്ററി ആയിരിക്കും, അത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA-ആയിട്ട് മാറാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ 2 വിഷയങ്ങളുണ്ട്. അപ്പൊ അത് നോക്കണം. പിന്നെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ജനറ്റിക് കോഡാണ്. എന്താണ് ജനറ്റിക് കോഡ്? വാട്ട് ആർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്? മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുക സൈലന്റ് ഫീച്ചർ 6-7 ഫീച്ചേഴ്സ് ഉണ്ട് ജനറ്റിക് കോഡ്. ട്രിപ്ലറ്റ് കോഡോണാണ്, നാബിഗസ് ആണ്, ഡീജനറസി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് കോഡോൺ ഉണ്ട്, ഇനിഷ്യേറ്റർ കോഡോൺ ഉണ്ട്, AUG എന്ന് പറയുന്ന കോഡോൺ ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. AUGക്ക് ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. ഒരേ സമയം തന്നെ ഇനിഷ്യേറ്റർ കോഡോൺ ആയിട്ട് പറയുന്നത്, അതായത് ഇവൻ ഉണ്ടെങ്കിൽ ഇവൻ വരുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, മനസ്സിലായി? അതേപോലെ തന്നെ പ്രോട്ടീൻസിന്തസിസ്, അതേപോലെ തന്നെ മെത്തിയോണിൻ എന്ന് പറയുന്ന ഒരു അമിനോ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഡ്യുവൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കോഡാണ് AUG. സ്റ്റോപ്പ് കോഡാണ് UAG, UGA, UAA. ഇതൊക്കെ ഈ 3 സ്റ്റോപ്പ് കോഡാണ്. അതായത് അവിടെ വെച്ച് പരിപാടിയാണ് നിൽക്കും. ഇത് ഓർമ്മ വേണം. ദെൻ ട്രാൻസ്ലേഷൻ വളരെ സിമ്പിൾ ആണ്. റൈബോസോമിലേക്ക് mRNA വരുന്നു. mRNA ഓരോ 3 എന്താണ്, ഓരോ കോഡാണ്, ഓരോ അമിനോ ആസിഡുള്ള, അതിനനുസരിച്ച് ട്രാൻസ്ഫാറിനെ TRNA അമിനോ ആസിഡിനെ പ്രതിക്കൊണ്ട് അവിടെ വെക്കുന്നു. അവർ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ അവസാനം ഇത് നടക്കും, പ്രോട്ടീൻ സിന്തസിസ് നടക്കും. ഇതാണ് ട്രാൻസ്ലേഷൻ ഒക്കെ പ്രാധാന്യത്തോടെ നമുക്ക് പഠിക്കുകയില്ല. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഇമ്പോർട്ടൻ്റ്, അതിന്റെ പ്രോസസ്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. കപ്പിംഗ്, ട്രാൻസ്ലേഷൻ കപ്പിളിലാണ് ആര് പ്രോക്കൈറ്റ്, ഇതൊക്കെയാണ് അതിനകത്ത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യപ്പെടുന്ന, റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന, അത് ഓരോ ലെവൽ, ട്രാൻസ്ലേഷൻ ലെവലുണ്ട്, പ്രോസസ്സിംഗ് ലെവലുണ്ട്, ട്രാൻസ്ലേഷൻ ലെവലുണ്ട്. ഇവിടെ എല്ലാം ഇത് റെഗുലേറ്റ്, അത് ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഓപ്പറൻ കൺസെപ്റ്റ്, അതിൽ ലാക്ടോസിന്റെ ഓപ്പറൻ, അത് നമ്മൾ 2 പറഞ്ഞത്, അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ ഓപ്പറോൺ എങ്ങനെയായിരിക്കും, അതിന്റെ ആബ്സെൻസിൽ ഇതെങ്ങനെയായിരിക്കും. അതാണ് ശരിക്കും അഡീഷണൽ സ്വിച്ച് ഓൺ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. കാരണം ഇപ്പൊ ഒരു പ്രോകാരിയോട്ട് ഒരു ബാക്ടീരിയ എടുത്തു, ഒറ്റ സെല്ലേ ഉള്ളൂ, അല്ലെ? എല്ലാ ജീനുകളും അതിനകത്തുണ്ടാവുമല്ലോ. അപ്പം ആ എല്ലാ ജീനുകളും ഉള്ളപ്പം എന്താ സംഭവം, എല്ലാ ജീനും എപ്പോഴും പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ചില ജീനുകൾ ചില സമയത്ത് പ്രവർത്തിച്ചാൽ മതി. അപ്പൊ പ്രവർത്തിക്കുന്ന സമയം വരെ അത് ഓഫ് ആയിട്ടിരിക്കണം. ആ ജീൻ എപ്പോഴാണ് സാഹചര്യം വരുന്ന സമയത്ത് ഇത് ഓണായാൽ മതി, അതാണ് എപ്പോഴും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം വരുന്നത് കൊണ്ടാണ് അവിടെ ഓപ്പറോൺ സിസ്റ്റമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ലാക്ടോസിന്റെ ഓപ്പറോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദ്യമാണ് ലാക് ഓപ്പറോൺ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ടോപ്പിക് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് എന്നൊരു മെഗാ പ്രൊജക്റ്റ് ആണ് പറയാൻ കാരണം എന്താണ്, അതിനത്രയും പൈസ ചിലവായിട്ടുണ്ട്, അതിന് എനോർമസ് ഡേറ്റ കിട്ടി, അത് ഒരുപാട് വർഷം നീണ്ടു നിന്ന്. ഇതൊക്കെയാണ് ഇതൊരു മെഗാ പ്രോജക്റ്റ് ആണെന്ന് പറയാൻ കാരണം. അങ്ങനെ ചോദിക്കും. മറ്റൊന്ന് വാട്ട് ആർ സാലിന്റ് ഫീച്ചേഴ്സ് ഓഫ് HGP, HGP എന്നാണ് കേട്ടോ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ സാലിന്റ് ഫീച്ചേഴ്സ് എന്നാണ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, മിക്കവാറും ചോദിക്കുന്നതാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമ്മുടെ ക്രോമോസോമിനെ കുറിച്ചും ജീനിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ, നമ്മുടെ DNA സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായ ഡേറ്റകൾ നമുക്ക് കിട്ടുന്നു. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതേപോലെയാണ് DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മൾ ചോദിക്കുന്നത് 2 പേര്, എന്തിനാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നത്? മറ്റൊന്ന് എന്താണ് മേജർ സ്റ്റെപ്സ്? ഈ 2 കാര്യങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ട് ക്രൈം, ചില പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സ് ഒക്കെ തെളിയിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അച്ഛന്റെ അല്ലെങ്കിൽ ചില അങ്ങനെ കേസ് വരുത്തില്ലേ, അച്ഛൻ ആരാണെന്ന് കണ്ടെത്താൻ ചില സാഹചര്യം, ചില മർഡർ കേസുകൾ, കൊലപാതകങ്ങളിലെ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയൊക്കെ ആണ് നമ്മൾ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അലക് ജെഫ്രി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അതിന്റെ കണ്ടെത്തി മനസ്സിലാക്കിയത് ആ ടെക്നിക്ക്. അതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ഉണ്ട്. അതായത് ആദ്യം DNA വേർതിരിച്ചെടുക്കുക, അതിനുശേഷം റെസ്ട്രിക്ഷൻ ഉപയോഗിച്ചിട്ട് എന്താണ്
ഡൈജസ്റ്റ് ചെയ്യുക, വേർതിരിക്കുക. എന്നിട്ട് ഇലക്ട്രോഫോറസ് വലിയ മുറിച്ച കഷ്ണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, വേർപെടുത്തി മാറ്റിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ പ്രോട്ടീൻ പേപ്പറിലേക്ക് നല്ല സിന്തറ്റിക് പോളിമറിലേക്ക് നമ്മൾ ഇതിനെ നൈലോൺ ഇതിലേക്ക് നമ്മൾ മാറ്റിയ പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. പിന്നെ അതിനെ VNTR പ്രോബ് കൊണ്ട് ഹൈബ്രിഡൈസ് ലേബിൾഡ് VNTR പ്രോബാണ്. റേഡിയേറ്റീവ് സബ്സ്റ്റൻസ് കൊണ്ട് ലേബിൾ ചെയ്തിട്ടുള്ള VNTR പ്രോബ് കൊണ്ട് തന്നെ ഹൈബ്രിഡൈസ് ചെയ്യാം. അതിനുശേഷം ഓട്ടോ റെഡിഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് എവിടെയൊക്കെ ഇത് എന്താ ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പോലെ നമുക്ക് കിട്ടും. അത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ക്രോമസോമിനെ ഉണ്ടാക്കാൻ, രണ്ടാമത്തെ ക്രോമസോമിനെ. അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ സംശയിക്കുന്ന ആരെങ്കിലും കമ്പയർ ചെയ്താണ് നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത്. ക്രൈമിന്റെ കേസ് ഇപ്പൊ എന്നെ കൊന്ന് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ എന്റെ കൈനകത്ത് കയ്യാറോ മുറിവോ ആന്തോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുടിയോ അല്ലെങ്കിൽ തൊലിയുടെ ഭാഗങ്ങളോ ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അദ്ദേഹത്തിന് ബ്ലഡ് കൊടുക്കാം, ആ ബ്ലഡിന് WBC എടുക്കാം, അല്ലെങ്കിൽ മുടിയുടെ തുമ്പത്തൊന്ന് സെല്ല് എടുക്കാം, അല്ലെങ്കിൽ ആന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തൊലി എടുക്കാം, അതിൽ നിന്ന് ക്രോമസോം വേർതിരിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അത് വെച്ചിട്ട് അതിന്റെ മാപ്പുണ്ട്, ഓരോ ക്രോമസോം മാപ്പുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, എന്നെ കൊല്ലാൻ സാധ്യത ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരെ എടുത്ത് കമ്പയർ ചെയ്യും. നോക്കുമ്പോൾ ആരെ കൊല്ലാൻ മനസ്സിലാവും അല്ലെ. പിന്നെ അച്ഛൻ ആരാന്ന് തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, കുഞ്ഞിന്റെ DNA എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രോമസോം എന്ന് പറയുന്ന അമ്മയുടെയും അച്ഛന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടായിരുന്നു. അപ്പൊ എത്ര ശതമാനം സിമിലാരിറ്റി ആ അച്ഛൻ എന്ന് സംശയിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന വ്യക്തിയായിട്ടുണ്ട് എന്ന് നോക്കുക. ആ സാമ്യത വെച്ചുകൊണ്ടാണ് കുട്ടി അദ്ദേഹത്തിന്റെ ആണെന്ന് തന്നെ. ചില കേസിൽ ചില കലാമിറ്റിയിലൊക്കെ പെട്ട് ചില കുട്ടികൾ ഇത് പോയിട്ട് ഒത്തിരി പേരൻസ് വരും, എന്റെ മോനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി ആൾക്കാർ വരും. അങ്ങനെ വരുമ്പോൾ അത് യഥാർത്ഥ ആരാണ് ആ കുട്ടിയുടെ പേരിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി ഇതുപോലുള്ള DNA ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് ഈ 4 ചാപ്റ്റർ ഇപ്പൊ ഈ 2 ചാപ്റ്റർ കൊണ്ടുപോകാം. ഈ 2 ചാപ്റ്ററിന് ചോദിക്കുന്നത് ഇത്രയും സാധനം പഠിക്കേണ്ടി പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട, ഫുൾ മാർക്ക് നമ്മുടെ കേസിൽ കിടക്കും. അപ്പൊ ഓക്കെ, പഠിക്കുന്നു, പരീക്ഷയ്ക്ക് പോയി ഈ പ്രധാനങ്ങൾ എഴുതി വെക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വിഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.